ഹായ് ഡിയേഴ്സ്, ഇത് ഇന്നലത്തെ എൻ്റെ ഒരു ദിവസം. എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഒരു 12 മണിക്ക് ശേഷം ആ ഒരു ടൈമാണ് കേട്ടോ. ചിക്കനൊക്കെ കഴുകി കറിയാക്കാൻ വെച്ചിട്ട് ഞാൻ കുളിച്ച് കഴിഞ്ഞ് ചെറിയ ആളെ ഫുഡൊക്കെ കൊടുത്ത് കിടത്തി ഉറക്കി. അപ്പോൾ ഏകദേശം 2 മണി 2:30 ആയിട്ടോ. അത് കഴിഞ്ഞ് കേക്ക് ബേക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടി കേക്ക് ബേക്ക് ചെയ്യാനെല്ലാം സെറ്റ് ചെയ്യുമ്പോൾ തന്നെ പുറത്ത് ചെറിയ ഇടിയും ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും സാരമില്ല, എന്നാലും കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കാൻ ഫസ്റ്റ് ബാച്ച് വാനിലയുടെ സ്പഞ്ചെല്ലാം ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. രണ്ടാമത് ചോക്ലേറ്റ് സ്പഞ്ചിനുള്ളതൊക്കെ റെഡിയാക്കിയപ്പോൾ മഴയുടെ ഇതൊക്കെ കൂടി വരുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്തു. പിന്നെ പഠിക്കാനിരുത്തിയ ആൾക്കാരൊന്നും പഠിക്കാൻ കാണാനില്ല. ഞാൻ നോക്കിയപ്പോഴേക്കും അവർ ബോട്ടൊക്കെ പേപ്പറും കൊണ്ട് ഉണ്ടാക്കി മഴയത്ത് റോഡിലേക്കൂടെ വിടാനുള്ള പ്ലാനൊക്കെയാണ്. അങ്ങനെ അവരുടെ പഠിത്തവും ആ മഴ കാരണം ക്ലോസായി. അങ്ങനെ അവർ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നിന്നു. ഞാനെന്നാലും ഉള്ളിലെ ടെൻഷനാണ് കേട്ടോ. മഴ സാധാരണ ഈ ടൈമിലൊക്കെ എനിക്ക് 8ൻ്റെ പണി കിട്ടാറാണ് പതിവ്. ഞാൻ ഓവൻ്റെ ചോട്ടിൽ തന്നെ നിൽക്കുകയാണ്. കാരണം കറണ്ട് പോലെ കാരണം പിന്നെ അത് അടുപ്പത്തേക്ക് മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു ചടങ്ങാണ് കേട്ടോ. അതുമല്ല 2ൽ കൂടുതൽ 2 ഗ്യാസ് സ്റ്റൗവാണ്. അപ്പം 2ൽ കൂടുതൽ കേക്കുകൾ നമുക്ക് മാറ്റാനും പറ്റത്തില്ല. അങ്ങനെ വാനിലയുടെ സ്പഞ്ചൊക്കെ റെഡിയായി കിട്ടി. അത് ബേക്ക് ചെയ്ത് ഇറക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ചോക്ലേറ്റ് ഓരോ കിലോയുടെ 2 ബ്ലാക്ക് ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചോക്ലേറ്റിൻ്റെ സ്പഞ്ച് അതിന് ശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്ത് വെച്ച് ഓവനിൽ ബേക്ക് ചെയ്യാൻ വെച്ചത്. അപ്പോൾ ഏകദേശം മഴ ഇടയ്ക്കിടയ്ക്ക് വലിയ ഇടിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാലും ചെറിയൊരു ആശ്വാസത്തിന് മഴയൊന്ന് ശാന്തമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വൈകുന്നേരം പിള്ളേർക്ക് 2 നോമ്പുണ്ട്. പിള്ളേർക്ക് 2 നോമ്പുള്ള ദിവസമാണ് സ്നാക്കിൻ്റെ എന്തെങ്കിലും പരിപാടി നോക്കാറുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു നമ്മുടെ ക്യാരറ്റും ക്യാബേജ് അതേപോലെ തന്നെ ചിക്കൻ ചെറിയായിട്ട് ഞാൻ വറുക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും സവാള എല്ലാം കൂടി നമ്മുടെ ചിക്കൻ വറുത്തെടുത്തു കേട്ടോ. അതെല്ലാം കൂടി നമ്മുടെ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ചോപ്പ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ മയോണൈസും കൂടി റെഡിയാക്കാമെന്ന് ഓർത്തുകൊണ്ട് ഒരു മുട്ടയിൽ ഒരു 2 വലിയ ചെറിയ വെളുത്തുള്ളിയും സൺഫ്ലവർ ഓയിലൊക്കെ ചേർത്ത് മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മിക്സിയുടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അത് ഞാൻ ബൗളിലേക്ക് മാറ്റി. എന്നിട്ട് പിന്നെ ആ ജാറിലല്ല, വേറെ ജാറിലാണ് കേട്ടോ ഞാൻ മയോണൈസ് റെഡിയാക്കി എടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ചിക്കൻ കറി ഞാൻ രാവിലെ തന്നെ ചിക്കൻ കഴുകി വെച്ചപ്പോൾ തന്നെ കറി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് പറഞ്ഞാൽ 12 മണിയൊക്കെ ആയപ്പോൾ. കാരണം എനിക്ക് കുളി കഴിഞ്ഞാൽ പിന്നെ സവാള ഉള്ളി ഉരിക്കലൊക്കെ വലിയ ചടങ്ങാണ്. എനിക്കത് അതിൻ്റെ ആ മണം നിൽക്കണ്ടെന്ന് വിചാരിച്ചത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ നിന്നത്. അപ്പോഴേക്കും മഴയൊക്കെ ഈ സമയമൊക്കെ ആയപ്പോഴേക്കും ഏകദേശം 4 മണി 4:30 ആയി. മഴയൊക്കെ ഏകദേശം ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അങ്ങനെ മൈസൂർ റെഡിയാക്കി എടുത്ത് അത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാബേജും ക്യാരറ്റും സവാളയും ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്നും കൂടി മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ച് പിന്നെ ഞാൻ ഈ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും പോലെ മൈദേനെ കുഴച്ച് ഞാൻ മാറ്റി വെച്ചിട്ടാണ്. ഈ നാരങ്ങ വെള്ളമൊക്കെ പിഴിയുന്നത് മൂത്താളും 2ാമത്തെ ആളും കൂടെ ചേർന്നിട്ടാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ നേരത്താണ് കാണുന്നത് തന്നെ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ തുണി ഇരിക്കാൻ പോയി തുണിയൊക്കെ പറക്കിക്കൊണ്ട് വരാൻ എല്ലാം ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ ആൾക്ക് ഫുഡെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ 6 മണിയായിട്ട് 6 മണി ടൈം ആയപ്പോഴേക്കും അത് കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ സമയമില്ലല്ലോ. 6:40 ആകുമ്പോഴേക്കും ബാങ്ക് വിളിക്കും. പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അതും ചട്ടപ്പടയിൽ സ്നാക്കൊക്കെ റെഡിയാക്കി അത് കട്ട് ചെയ്തൊന്ന് കാണിക്കാമെന്നുള്ള വിചാരിച്ച് അത് റെഡി ആയപ്പോഴേക്കും ഒന്ന് കട്ട് ചെയ്ത് ഞാനൊന്ന് വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ്. അങ്ങനെ ആ സ്നാക്കിങ് കാര്യങ്ങളൊക്കെ റെഡിയാക്കി നാരങ്ങ വെള്ളം പിള്ളേർ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നോമ്പൊക്കെ തുറന്നു പത്തിരി വാങ്ങിക്കാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും കഴിച്ചതിന് ശേഷം കേക്കുകൾ ഒന്ന് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് വെക്കാമെന്നുള്ള രീതിക്ക് കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നതാണ്. എല്ലാം ഒന്ന് ലെയർ കട്ട് ചെയ്ത് ഒരു 6 പോപ്സും 6 സിക്കിൾസും ഉണ്ടായിരുന്നു, 6 കപ്പ് കേക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെയായിരുന്നു എൻ്റെ കേക്കിൻ്റെയും മറ്റ് നോമ്പ് തുറയുടെയും വിഭവങ്ങളും പോയിട്ട് വിശേഷങ്ങൾ. അപ്പോൾ അങ്ങനെ പോപ്സും സിക്കിൾസൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്